വയനാട് ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് ഇന്ന് വീട് കൊടുത്തു. അതായത് 51ഓളം വീടുകൾ ഇന്ന് അവർ കൊടുത്തു കഴിഞ്ഞു. വീട് കൊടുത്തതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അതായത് ഈ കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങളാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട വിധത്തിലുള്ള പിന്തുണകളും എല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നിപ്പം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വീട് കൊടുത്തതിന് ശേഷം അതായത് പല വിശ്വാസികളുണ്ടാവുമല്ലോ, പല മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും. അപ്പം അവർക്ക് വേണ്ട, അതായത് അമ്പലം വേണ്ടവർക്ക് അമ്പലം, പള്ളി വേണ്ടവർക്ക് പള്ളി, അങ്ങനെ അവരുടെ ഓരോരുത്തർക്കും അവരവരുടേതായ ആരാധനാ സ്വാതന്ത്ര്യത്തിന് പറ്റുന്ന രീതിയിലുള്ള സൗകര്യവും ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കി കൊടുക്കുമെന്ന് ഒരു വാക്കും അവർ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം ഓർക്കേണ്ട ഒരു കാര്യം അല്ലേ? അതെ അതെ. കാരണം എന്താണെന്ന് ചോദിച്ചാലേ, ശരിക്കും പറഞ്ഞാൽ ഒരു വിവാദങ്ങളും ഇല്ലാതെ, ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊട്ടിഘോഷങ്ങളും ഇല്ലാതെ, ഒന്നുമില്ല, ഫണ്ട് തട്ടിപ്പുകളില്ലാതെ, ആ ഒരു ലീഗുകാർ പണം പിരിച്ചു. അത് അതിന്റെ സോഴ്സ് എന്താണ് എന്നുള്ള കാര്യം അവർ അതിന്റെ കണക്കുകൾ കണക്കുകൾ അവർ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര കോടി രൂപ പിരിച്ചു എന്നുള്ള കാര്യം ലീഗുകാർ പുറത്തു വിട്ടു. അപ്പം അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും തീർപ്പാക്കി 100 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൽ 51ഓളം വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ആദ്യ ഘട്ടത്തിൽ അവർ വീടിന്റെ താക്കോൽ കൈമാറ്റം നടത്താൻ പോകുന്നു. അപ്പോൾ അവർക്ക് ആ 8 സെന്റ് പ്രോപ്പർട്ടിയും 1100 സ്ക്വയർ ഫീറ്റ് വീടും. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുൾ ഫർണിഷ്ഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം സ്പോൺസേഴ്സിനെ കണ്ടെത്താൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം വയനാടുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് യാതൊരു എതിർപ്പോ സർക്കാരിൽ നിന്ന് യാതൊരു തടസ്സങ്ങളോ ലീഗുകാർക്കുണ്ടായിട്ടില്ല എന്ന് രാഷ്ട്രീയമില്ലാതെ വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കന്മാർ, മുനീർ സാഹിബിനെ പോലുള്ള നേതാക്കന്മാർ, ഈ പറയുന്ന പോലെ സാദിഖലി തങ്ങളെ പോലുള്ള ഒരുപാട് നേതാക്കന്മാരൊക്കെ നിൽക്കുമ്പോൾ ആ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ലീഗിനെ കുറിച്ച് പറഞ്ഞു ഒരു മതേതര പാർട്ടി എന്നുള്ള ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് പലപ്പോഴും മുസ്ലിം ലീഗിനെ നമ്മൾ കാണേണ്ടി വരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പേര് വെച്ചുകൊണ്ട്, മുസ്ലിം എന്ന് പറയുന്ന പേര് വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് അത് ഒരു കേരളത്തിൻ്റെ മതേതര മനസ്സിനെ എന്താ പറയുക തൃപ്തിപ്പെടുത്തുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. അക്കാര്യത്തിൽ യാതൊരു തടസ്സവാദങ്ങളും നമുക്ക് ഉന്നയിക്കാനില്ല. എന്നാൽ ഈ UDF ഘടകകക്ഷിയായിരിക്കുന്ന മുസ്ലിം ലീഗ് വാഗ്ദാനം ചെയ്ത വീടുകൾ പൂർത്തീകരിക്കാനും അതിനുവേണ്ടി സ്ഥലമേറ്റെടുപ്പ് നടത്താനും യാതൊരു നിയമ തടസ്സങ്ങളും അവർക്കുണ്ടായില്ല എന്നുള്ളതാണ്. സർക്കാർ അതിന് ഒരിക്കൽ പോലും ഇടംകോലിട്ടിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം കോൺഗ്രസ് പരത്തുന്ന കള്ളം എന്താണ്? അവിടെ നമ്മൾ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ലാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെയാണ്. കോൺഗ്രസ് പരത്തുന്നത് എന്താണ്? ഞങ്ങൾ സർക്കാരിനോട് സ്ഥലം തരാൻ ആവശ്യപ്പെട്ടു, എന്നിട്ട് സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം തന്നിട്ടില്ല. ഒടുവിൽ കെ രാജൻ എന്ന് പറയുന്ന റവന്യൂ മന്ത്രിക്ക് പരസ്യമായി പറയേണ്ടി വന്നു, അങ്ങനെ ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കെ രാജൻ വന്ന് പറയുകയാണെന്നേ. അതേസമയം മുസ്ലിം ലീഗ് അങ്ങനെ സ്ഥലം ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് ഭൂമി തന്നില്ല എന്നിവിടെയും പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ്. ലീഗിലെ നേതാക്കന്മാർ അവർ ഫണ്ട് പിരിക്കുന്നു, അതിനുവേണ്ടി കൃത്യമായ അവരുടേതായ സംവിധാനം ഉപയോഗിച്ച് ഫണ്ട് പിരിക്കുന്നുണ്ട്. ആ ഫണ്ട് പിരിക്കുന്ന സമയത്തും അവർ ഒരാളോട് പോലും ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ സർക്കാരിൻ്റെ ഇതിലേക്ക് CMDRF പണം കൊടുക്കരുത് എന്ന് മുസ്ലിം ലീഗുകാർ ആവശ്യപ്പെട്ടിട്ടില്ല എവിടെയും. അതേസമയം ഇവർ KPCC ആഹ്വാനം ചെയ്തു, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് സർക്കാരിന് പണം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് മാർച്ച് നാളെ സംസ്ഥാന സർക്കാരിൻ്റെ 175ഓളം വരുന്ന വീടുകൾ നാളെ കൈമാറുകയാണ്. ആ കൈമാറുന്ന വീടുകൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രഹസനം നടത്തി നമ്മുടെ പ്രിയങ്ക ഗാന്ധി ആ വീടുകൾ സന്ദർശിച്ചു. ആ വീടുകൾ സന്ദർശിക്കാൻ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്ത് യോഗ്യതയാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത് നമുക്ക് ചോദിക്കേണ്ടി വരും. എന്ത് യോഗ്യതയുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക്? ഒരു നയാ പൈസ സർക്കാരിന്റെ ആ ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയാ പൈസ ഇൻവെസ്റ്റ് ചെയ്യാത്ത, നൽകാത്ത, CMDRF നൽകാത്ത ഒരു പാർട്ടിയുടെ വക്താവും ആളുമാണ് പ്രിയങ്ക ഗാന്ധി. കൊടുത്തിട്ടില്ല CMDRF. ഞങ്ങൾ എന്തിന് സർക്കാർ സംവിധാനത്തിന് പണം കൊടുക്കണം എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത്, അല്ലെ? കഴിഞ്ഞ ദിവസം അവിടെ കയറി എന്ന് പ്രസംഗിച്ച് മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് ചോദിച്ചതാണ്, ഞങ്ങൾ എന്തിനാ പണം കൊടുക്കുന്നത്? ഞങ്ങൾ കോൺഗ്രസ്സുകാർ നേരിട്ട് പണം കൊടുത്തോളാമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഉളുപ്പില്ലാതെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ആ ടൗൺഷിപ്പിൽ ഒരുങ്ങിയിരിക്കുന്ന വീടുകൾ വന്ന് സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ഉളുപ്പ് വേണം. അതിന് പ്രിയങ്ക ഗാന്ധി അല്ല ആരാണെന്ന് പറഞ്ഞാൽ. ഇനി പ്രിയങ്ക ഗാന്ധി ഒന്ന് നോക്കി എന്തായിരിക്കും എന്നറിയോ? ആണി ഉണ്ടോന്നായിരിക്കും നോക്കിയത്. കലണ്ടർ തൂക്കാനുള്ള ആണി എല്ലാ വീടുകളിലും സർക്കാർ ഒരുക്കിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കും.
വേണമെന്നുണ്ടെങ്കിൽ ഈ നാളത്തെ ദിവസം, അതായത് പിന്നെ ഈ വീട് കൊടുക്കുന്ന ദിവസം ഉണ്ടല്ലോ, ആ കൈമാറ്റം ചെയ്യുന്ന ആ ദിവസം അവിടെ വന്നിരുന്നുകൊണ്ട് തിണ്ണയിലിരുന്ന് പ്രതിഷേധിക്കും. കാര്യം എന്താ, ഞാൻ കൊടുത്ത കലണ്ടറിനെ അവഹേളിച്ചു. എന്റെ പടം വെച്ച കലണ്ടർ തൂക്കിയിടാൻ ഒരു ആണി പോലും അടിക്കാത്ത സർക്കാരാണ് ഈ വീടുകൾ പണിഞ്ഞു കൊടുത്തത് എന്നൊരു സാധനം അവിടെ കൊണ്ട് അടിക്കും. അതിനു വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ഇന്ന് കയറി ആണി ഉണ്ടോ എന്ന് നോക്കിയതായിരിക്കും. അല്ലാതെ അവിടെ കയറി നോക്കേണ്ട ഒരു യോഗ്യതയില്ല ഈ പ്രിയങ്ക ഗാന്ധിക്ക്, ഇല്ലേ? എന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളാണ്, ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്, നിങ്ങളുടെ കൂട്ടുകാരിയാണ് എന്നൊക്കെ വന്നുകൊണ്ട് വലിയ ഗമയിൽ തട്ടിവിടുന്ന കേട്ടു. എന്ത് ചെയ്തു? ഈ വയനാട്ടിലുള്ള ആൾക്കാർക്ക് ഇത്രയും വർഷത്തിനകത്ത് ഈ കോൺഗ്രസ്സുകാർ എന്താ ചെയ്തേ? ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല, KPCC പറയുകയും ചെയ്തു, നിങ്ങൾ സർക്കാരിന്റെ സംവിധാനത്തിൽ പണം കൊടുക്കരുത് എന്ന് പറയാൻ, ഞങ്ങൾക്ക് പണം തരൂ കോൺഗ്രസ്സുകാർ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനമുണ്ട്, ഞങ്ങൾ ആപ്പ് ഇറക്കിയിട്ടുണ്ട്. ആപ്പ് എവിടെ? ആപ്പ് എവിടെ? എത്ര കോടി പിരിച്ചു? ഒന്നിലെ മുസ്ലിം ലീഗ് പിരിച്ച തുക എത്രയെന്ന് പബ്ലിക് ഡൊമൈനിൽ എടുത്തിട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അവർ, ഇത്ര കോടി ഞങ്ങൾ എടുത്തു എന്നുള്ള കാര്യം. എന്നിട്ട് സർക്കാരിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് പിന്നെ വീട് വെക്കാൻ സ്ഥലം തന്നില്ല എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞോ? ഇല്ല. മുസ്ലിം ലീഗ് അവർ സ്വന്തമായിട്ട് അവർ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പോയപ്പോൾ സർക്കാർ പറഞ്ഞോ പാടില്ല, അവിടെ പണി നിർത്താൻ പറഞ്ഞോ? ഇല്ല. 400-ലധികം വീടുകൾ, 412ഓളം വീടുകൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്നുണ്ട്. 100ഓളം വീടുകൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. 105 വീടുകളാണ് പിന്നെ കുഞ്ഞാലിക്കുട്ടി നിർമ്മിച്ചു, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. മൊത്തം എത്രയായി? 517 വീടുകൾ ഇപ്പൊ തന്നെയായി. ഇനി ആർക്ക് താമസിക്കാൻ ഈ കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കാൻ നടക്കുന്നത്? അത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. വീട് ഉണ്ടാക്കൂലെന്നേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അവര് തറക്കല്ലിട്ടിട്ട് അങ്ങ് പൊക്കോളൂ. അപ്പൊ ശല്യമില്ല. ഒരു തറക്കല്ലിടിന്റെ പിന്നെ ചെലവ് മാത്രമല്ലേ അവർക്ക് വരുന്നുള്ളൂ. അത് ശരിയാ. അപ്പം പിന്നെ OJ ജനീഷൻ പറയുന്നത്, ഞങ്ങൾ 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് കൊടുത്തു 30 വീടിന്റെ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കി അപഹാസ്യരാകാതിരിക്കുന്നതാണ് നല്ലത്. പണ്ട് ഈ നമ്മുടെ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയുണ്ട്, അവിടെ ആനയിറങ്ങൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കുറെ ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്ന ഒരു പരിപാടി ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ചായിരുന്നു. അങ്ങനെ അവിടെ തുടങ്ങി വെച്ച പദ്ധതി നാശക്കോട്ടയായി. അവിടെ നിർമ്മിതിക്കാരെ വിളിച്ചിട്ട് വീടൊക്കെ ഉണ്ടാക്കിച്ചു. അപ്പം അവിടെ പാരിസ്ഥിതിക പഠനം ഒന്നും ഇല്ലാതെ കുറേയധികം ആൾക്കാരെ, ആദിവാസികളാണ്, അവർക്ക് അവിടെ വീട് നിർമ്മിച്ചു കൊടുത്തു. ഇന്നും നമ്മൾ അവിടെ ചെന്നാൽ കാണാൻ കഴിയും ഉപയോഗരഹിതമായി കിടക്കുന്ന, ഉപയോഗശൂന്യമായി കിടക്കുന്ന നിരവധി വീടുകൾ നമുക്കവിടെ കാണാൻ കഴിയും. സർക്കാരിന്റെ തുകയാണ്, നിർമ്മിതിക്കാരെ കൊണ്ട് ചെയ്യിച്ച വീടാണ് അതല്ല. ഉപയോഗശൂന്യം. ഒരാൾക്കും അവിടെ കയറി താമസിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു 3 മണി കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ പിന്നെ ആനയുടെ വിളയാട്ടാണ് കാണുന്നത്. അവർക്കാർക്കും വീട്ടിൽ കയറി കിടക്കാൻ പറ്റില്ല. അകത്ത് കയറി കിടന്നാൽ ആന വന്ന് വീട് ചവിട്ടി പൊളിക്കും. അവര് തൽക്കാലം അഭയം കണ്ടെത്തുന്ന വീടിന്റെ മുകളിൽ പടുത വെച്ചിട്ട് ഒരു പിന്നെ ശവമഞ്ചം പോലെ ഒരു സാധനം, കട്ടില് പോലെ ഉണ്ടാക്കിയിടും. ആനയുടെ തുമ്പിക്കൈ എത്താത്ത സ്ഥലത്ത് അവിടെ കിടക്കാനേ പറ്റുള്ളൂ. അവർ കൃഷി ചെയ്യുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ ആന വന്ന് കുത്തിമറിച്ചിട്ട് പോവാണ്. വാഴയായി, കൃഷിയായി, ബാക്കി എന്ത് കൃഷിയാണെങ്കിലും അവർ ജീവൻ കൈ പിടിച്ചിട്ടാണ് അവരെ ജീവിക്കുന്നത്. അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തു കൊടുത്ത ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്, ഒരു പദ്ധതിയാണ്. എന്താ പറയുക, ഭവന നിർമ്മാണ പദ്ധതിയായിരുന്നു അത്. എന്തായി? ഈ അവസ്ഥയല്ലേ? കൊടുത്തില്ലേലും വേണ്ടുമില്ല, അവരെ ദ്രോഹിക്കാതിരിക്കൂ, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെയും ചെയ്യുന്നത് അതല്ലേ. അപ്പം ഇവിടെ പിന്നെ ഇവർ തുടങ്ങുന്ന കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പറയുന്നത് എന്താണ്, അവർ വീടിപ്പം വെച്ചു കൊടുക്കുമെന്നല്ലേ പറയുന്നത്. അത് പ്രാവർത്തികമാകുമോ? അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, വന്യമൃഗ ശല്യമുണ്ട്, ആന ചവിട്ടിക്കൊല്ലും. അവിടെ എങ്ങനെ കിടക്കുക ആളുകൾ? ഇപ്പൊ അതേസമയം ഇങ്ങോട്ട് മാറി നോക്കൂ, കൃത്യമായി മുസ്ലിം ലീഗ് ചെയ്തു കൊടുത്ത് ആരോടും ഒരു പരാതിക്കും ഒരു പരിഭവത്തിനും പോയിട്ടില്ല. ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി, അതാണ് രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ മാന്യത എന്ന് ഞാൻ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും പറയുന്നത് എന്താണ്, അവിടെ ആൾക്കാർക്ക് വേണ്ട, അവർക്ക് ഇപ്പം ആരോ ആവശ്യപ്പെട്ടിരുന്നു, ആദ്യം നിന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് ഒരു കുട്ടി എന്തോ കമന്റ് ചെയ്തിരുന്നു അത്രേ. അപ്പൊ അതിന് മറുപടിയായിട്ട് അതിനെക്കുറിച്ചും ഞങ്ങളുടെ പരിഗണനയിലുണ്ട്, അതിനുവേണ്ടി ഒരു പ്രത്യേകമായി സ്ഥലം വിട്ടു നൽകും. ആ സ്ഥലം വിട്ടു നൽകിക്കൊണ്ട് ക്ഷേത്രമാണെങ്കിലോ പള്ളിയാണെങ്കിലോ എന്താണെങ്കിലും അവർ ചെയ്തു കൊടുക്കും. ഇതിന് വളരെ ഈസി ആക്സസിബിൾ ആയിട്ട് കോളേജ്, ആശുപത്രി, അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഇതിന് ആക്സസിബിലിറ്റി ഉണ്ട്. അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. റോഡുകളുണ്ട്, കണക്ടിവിറ്റി ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഫർണിഷ് ചെയ്ത വീടുകൾ കൈമാറുന്ന ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ അതിമഹനീയമായ, മഹത്തരമായ ഒരു ചടങ്ങായി തന്നെ നമ്മൾ അതിനെ കാണേണ്ടി വരും. അത് തന്നെയല്ല, മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിക്ക് അതൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു കേസ് കൂടിയായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രത്തോളം വിശാലമായ ഒരു അർത്ഥത്തിൽ സർക്കാരിനെ കുറ്റം പറയാതെ, സർക്കാർ ചെയ്ത് തന്നില്ല എന്നുള്ള പരാതി, അതെ,
ഒന്നും അവർ ഞങ്ങൾ ചെയ്തു ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊട്ടിഘോഷികൾ നടത്തിയ ഈ ഒരു പരിപാടി എന്തുകൊണ്ടും മുസ്ലിം ലീഗിന് ആ ഒരു വിജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാര്യം ഒരു ഘട്ടത്തിൽ പോലും സർക്കാരിനെ അവർ കുറ്റം പറയുന്നില്ല. സർക്കാർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സർക്കാർ ചെയ്തത് മോശമായി പോയി എന്നൊരിടത്തും അത് കുഞ്ഞാലിക്കുട്ടിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ മര്യാദയാണ്, അങ്ങനെയാണ് കാണിക്കേണ്ടത്. അതിൽ ഞാൻ കുറച്ച് നേതാക്കന്മാരെ തന്നെ പറഞ്ഞില്ലേ, മറ്റേ ഷാജിയൊക്കെ വിട്ടേക്കു, ഷാജിയെയും PMA സലാമിനെയൊക്കെ ഒഴിവാക്കി കളഞ്ഞേക്കും. പക്ഷേ അവിടെ സാദിഖ് അലി തങ്ങളും മുനീർ സാഹിബും കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് മുനീർ സാഹിബിനുണ്ടായ മാറ്റം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനുണ്ടായ മാറ്റം, ഇതൊക്കെ ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് പച്ചയ്ക്ക് എന്ന് പറയേണ്ടി വരും. ഇതാണ് ശരിയായ കേരള സ്റ്റോറി എന്ന് നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.